സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ. ആരോഗ്യ, തൊഴിൽ, ധനവകുപ്പ് അടങ്ങുന്ന കമ്മിറ്റിയാകും രൂപീകരിക്കുക. സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത ഭരണ പ്രതിപക്ഷ സംഘടനകൾ. ആരോഗ്യമന്ത്രി വീണ ജോർജ് വിളിച്ച സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനം. ഒറ്റപ്പെട്ട സമരം തുടരുന്ന SUCI നേതൃത്വം. സംസ്ഥാനത്തെ ആശാവർക്കർമാരുടെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിലാണ് കമ്മിറ്റി നിയോഗിക്കാനുള്ള സർക്കാർ നിർദ്ദേശം ആരോഗ്യമന്ത്രി വീണ ജോർജ് മുന്നോട്ട് വെച്ചത്. പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന ധനമന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായാണ് യോഗത്തിൽ പങ്കെടുത്തത്. ആരോഗ്യ, ധന, തൊഴിൽ വകുപ്പ് പ്രതിനിധികൾ അടങ്ങുന്നതാകും കമ്മിറ്റി. 3 മാസം കാലാവധി നിശ്ചയിക്കണമെന്ന സംഘടനകളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചു. ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാം എന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. 3 മാസത്തെ കാലയളവിൽ അതിലൊരു സംഘടനകളെ കൂടി കേൾക്കാം. പ്രത്യേകമായി തന്നെ കേട്ടുകൊണ്ട് ഈ സമിതി ഇത് വിശദമായിട്ട് അവലോകനം ചെയ്ത് റിപ്പോർട്ട് സർക്കാരിന് നൽകട്ടെ എന്നുള്ളത് പറയുകയുണ്ടായി. ചർച്ചയിൽ പങ്കെടുത്ത CITU, INTUC, AITUC, STU, BMS എന്നീ സംഘടനകൾ സർക്കാർ നിർദ്ദേശത്തെ പരസ്യമായി സ്വാഗതം ചെയ്തു. ഇന്നത്തെ ചർച്ചയിൽ അവരവസാനം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവിടെ പങ്കെടുത്ത എല്ലാ സംഘടനകളും പൊതുവെ ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യമന്ത്രിയുടെ ഇന്നത്തെ നിലപാട്, ധനകാര്യമന്ത്രി ഉണ്ടായിരുന്നു, ഓൺലൈനിലായിരുന്നു, ഇന്നത്തെ നിലപാട് വെച്ചുകൊണ്ട് ഇതുവരെ ഉണ്ടാവാത്ത വിധത്തിലൊരു പുരോഗതിയാണ്. സർക്കാർ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പിരിച്ചുവിടൽ ആനുകൂല്യം അടക്കമുള്ള എല്ലാം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ആശാവഹമായ പുരോഗതിയാണ് ചർച്ചയിലുണ്ടായിട്ടുള്ളത്. അല്ല, ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി വിളിച്ച് ചേർത്ത ചർച്ചയിൽ മന്ത്രി ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ഫോർമുല മുന്നോട്ട് വച്ചിട്ടുണ്ട്. ആ ഫോർമുല സംബന്ധിക്കുന്ന വിശദമായ ചർച്ച സമയമെടുത്ത് നടത്തിയിട്ടുണ്ട്. ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സംഘടനകൾ സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചതോടെ SUCI നേതൃത്വം ഒറ്റപ്പെട്ടു. സമരക്കാരുമായി ആലോചിച്ച് നിലപാടറിയിക്കാമെന്ന് ചർച്ചയിൽ വ്യക്തമാക്കിയ SUCI നേതാക്കളുടെ പുറത്തിറങ്ങിയപ്പോൾ ഉള്ള പ്രതികരണം ഇങ്ങനെ: ചർച്ചയിൽ കഴിഞ്ഞ 2 ചർച്ചയിൽ നടന്നതുപോലെ ഓണറേറിയത്തിൻ്റെ വർധനവിനെ സംബന്ധിച്ചും വിരമിക്കൽ ആനുകൂല്യം നൽകുന്നതിനെ സംബന്ധിച്ചും ഒരു തീരുമാനം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ദീർഘമായി ചർച്ച ചെയ്തു. ഒരു കമ്മിറ്റിയെ വയ്ക്കുന്നതിനെക്കുറിച്ചാണ് ആരോഗ്യമന്ത്രി ഒരു നിർദ്ദേശം വെച്ചത്. അതിനെ ഞങ്ങളൊഴിച്ച് ബാക്കിയുള്ള മുഴുവൻ യൂണിയനുകളും ആ കമ്മിറ്റി എന്ന നിർദ്ദേശത്തെ അംഗീകരിച്ചു. സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുകയും പ്രധാന ഭരണപ്രതിപക്ഷ സംഘടനകൾ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യുമ്പോൾ സമരം ചെയ്യുന്ന SUCIയുടെ താൽപ്പര്യം എന്തെന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.